ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ആ ദൈവത്തിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന സത്യവേദ പുസ്തകത്തിൽ ദൈവവചനം ശ്രവിക്കുവാനും ആ ദൈവവചനത്തോടൊപ്പം വ്യാപരിക്കുവാനും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് കോടാനുകോടി നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 ദിനവൃത്താന്തം 6 അധ്യായം 14 തിരുവചനം. അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ വേറൊരു ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ സ്വർഗത്തിലും ഭൂമിയിലും ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് സോളമനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് ഈശോയെക്കുറിച്ച് മാലാഖമാർ ചോദിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലുള്ള ദൈവത്തെ നിങ്ങൾ എന്തിന് അന്വേഷിക്കുന്നു? യേശുക്രിസ്തു എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മളെ നടത്തുന്നതും നമ്മളെ പരിപാലിക്കുന്നതും നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഏക ദൈവമായ കർത്താവാണ്. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുനാമത്തിൽ നീ എന്ത് കാര്യവും സ്വർഗീയ പിതാവായ ദൈവത്തോട് നീ ചോദിക്കുമ്പോൾ നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. സോളമൻ വളരെ വ്യക്തമായിട്ട് സ്വർഗീയ പിതാവിനോട് പറയുകയാണ്, നീ എപ്പോഴും ഈ ദാസന്മാരോട് കരുണ കാണിക്കാറുണ്ട്, ഉടമ്പടികൾ പാലിക്കാറുണ്ട്. ഈ സത്യവേദ പുസ്തകത്തിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും നിറവേറുക തന്നെ ചെയ്യും. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അത് അനുഗ്രഹമായി നമ്മളിലേക്ക് കടന്നു വരും. വിശ്വസിക്കുക, ഈശോ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് ആര് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അവന് എല്ലാം ലഭിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനം നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഏക ദൈവമായി സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനോടൊപ്പം നമുക്ക് ഓരോ നിമിഷവും യാത്ര ചെയ്യാം. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.